ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമല്ല, നിരത്തിൽ ടാക്സിയായി ഓടുന്ന ഓട്ടോറിക്ഷകളും പരമാവധി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുകയാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ നിരവധി ഇലക്ട്രിക് വാഹനങ്ങൾ, ഓട്ടോറിക്ഷകൾ ഓടുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാൻ മതിയായ ചാർജിംഗ് പോയിന്റുകളില്ല എന്ന പരാതി വ്യാപകമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വെള്ളിപ്പറമ്പിലുള്ള KSEBയുടെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലാണ്. ഈ ചാർജിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കൂട്ടം ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. ഇവിടുത്തെ അവരുടെ പ്രശ്നം അവർ നേരിട്ട് തന്നെ പറയും. ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വന്നും കണ്ടത് നന്നാക്കൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇവിടെ ഇത്രയുണ്ടല്ലോ, ഇതിൽ എത്ര വർക്കിംഗ് ആണ്? ഇതിനകത്ത് ഇപ്പോൾ 2 ഇപ്പോൾ വർക്കിംഗ് ഉള്ളൂ, ബാക്കിയൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇവർ വിളിച്ച് വരുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ മറ്റേ എന്താ പറയുക, ഇപ്പോൾ ചാർജ് മോഡ് പറയും. ഇവർ പറഞ്ഞാൽ വെച്ചാൽ മറ്റേ KSEBിനോട് പറയാൻ പറയും, പിന്നെ KSEBിനോട് പറയാൻ പറയും, ഇവർ പറയും മറ്റേ ചാർജ് മോഡിനോട് പറയും. പക്ഷേ എന്നിട്ട് ഇവരത് നന്നാക്കുന്നില്ല. ഇവർ ഇപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ചാർജ് ചെയ്യാൻ പറ്റാതെ ഓട്ടം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടോ? നിലവിൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടുന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ഒരു 6 മണി മുതൽ ഓരോ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നേരം ബാക്കിയുള്ള വണ്ടികൾ നിങ്ങൾ പുറത്ത് കാണുന്നുണ്ടാകും, വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ചാർജ് ചെയ്യുക. ഇവിടെ 6 പോയിന്റുകൾ ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് തികയാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് 2ലേക്ക് ചുരുങ്ങി, ബാക്കിയുള്ളതൊക്കെ കംപ്ലൈൻ്റ് ആയി മാറി. ഇപ്പോൾ കംപ്ലൈൻറ്റുകൾ തീർക്കുക, ബാക്കി ഇവിടെ ഒരു 4-5 പോയിന്റ് കാറിനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ആ പോയിന്റുകൾ മാറ്റി ഓട്ടോറിക്ഷയ്ക്ക് സംവിധാനം ചെയ്തു തരണം. ഏകദേശം കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഏകദേശം 2000-ഓളം ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇവിടെ സർവീസ് നടന്നത്. പോരാതെ അതിൽ കൂടുതൽ 2 വീലറുകളും കാറുകളും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന വണ്ടികൾ, മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്തായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. അവർക്കൊക്കെ ചാർജ് ചെയ്യാനുള്ള ഏക ആശ്രയം ഈ ചാർജിങ് പോയിൻ്റാണ്. ഇതാണെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ്. സർക്കാർ ഇതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസൃതമായുള്ള ചാർജിങ് പോയിന്റുകൾ വെച്ച് തരുന്നില്ല. അപ്പോൾ നിലവിലിപ്പോൾ 2000-ഓളം ചാർജിങ് പോയിന്റ്, 1300 ചാർജിങ് പോയിൻ്റ് കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ആ പോയിന്റുകളൊന്നും പോരാ. ശരിക്കും കോഴിക്കോട് സിറ്റിയിൽ തന്നെ 2000-ഓളം ഇലക്ട്രിക് വണ്ടികളുണ്ട്, ഓട്ടോറിക്ഷ മാത്രം. അപ്പം 2 വീലറുകളും മറ്റും അതിലധികവും ഉണ്ട്. അതുകൊണ്ട് കോഴിക്കോട് സിറ്റിയിൽ നിർബന്ധമായിട്ടും ഒരുപാട് പോയിന്റുകൾ അധികം കൂടുതലായിട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. നിലവിലുള്ള പോയിന്റുകൾ വർക്കിംഗ് ആക്കിയും വേണം. ഏകദേശം നിലവിലുള്ള 113 പോയിന്റ് എങ്ങാണ്ട് കോഴിക്കോട് ഉണ്ട് എന്നാണ് വീരാകാശം ചോദിച്ചപ്പം കിട്ടിയത്. അതിലൊരു 50 പോയിന്റ് പോലും ശരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ചാർജിങ് സ്റ്റേഷനാണ്, ഒരുപാടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചാർജിങ് പോയിന്റുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ്? ചാർജിങ് പോയിൻ്റ് സ്ഥിതി പറഞ്ഞാൽ ഇവിടെ നിയറസ്റ്റ് ഉള്ളത് ഒന്ന് കുറ്റിക്കാട്ടിലുള്ളത്. കുറ്റിക്കാട്ടിലത്തെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ മഴയ്ക്കും അത് നാശമായി, പിന്നെ അത് മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ കാര്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 1.5 കൊല്ലം കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചാർജ് മോഡ് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും, KSEB ആയിട്ട് ബന്ധപ്പെടാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ ഞങ്ങൾ പണം അടയ്ക്കുന്നത് ചാർജ് മോഡിനാണ്. അപ്പോൾ പണം അടച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് മുന്നേ ഒരു 100 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു 83 ഉറുപ്പ്യക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ അത് ഡബിൾ ചാർജ് ആക്കി. ആ താരിഫ് കൂട്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടി KSEBിൻ്റെ ഓഫീസിൽ പോയി അവിടുന്ന് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച്. അപ്പോൾ അവതരിപ്പിച്ച് അവർ പറഞ്ഞു ഞങ്ങളത് മെയിൽ അയച്ചിട്ട് അത് ചാർജ് മോഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അവരാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടത്. ചാർജ് മോഡിൻ്റെ അവരത് പറയുന്നത് ഞങ്ങളതല്ല പ്രശ്നം, ഇതെല്ലാം പിന്നെ റെസ്പോൺസിബിലിറ്റി ഇവർക്കാന്ന് പറഞ്ഞു, ഇതിൻ്റെ പ്ലഗ് മാറ്റുന്നതും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പറയേണ്ടത് നിങ്ങളുടെ അടുത്താണ്, ഞങ്ങൾ പൈസ അടയ്ക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. നിങ്ങൾ മെയിൽ അയക്കുകയോ എങ്ങനെയാണെങ്കിലും KSEB ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി ഇതിൻ്റെ എർത്തിൻ്റെ പ്രോബ്ലം ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എർത്തിൻ്റെ. അപ്പോൾ അവർ നമ്മളെ അടുത്ത് പറയാം അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം, ഇൻകമറായിട്ടുള്ള ഒരു കേബിൾ വന്നു കഴിഞ്ഞാൽ അതിന്ന് ഒരു ആർമേഡ് ഉണ്ട്, ആ ആർമേഡിൽ നിന്ന് പോകുന്നതാണ് എർത്ത്. ആ എർത്തിൻ്റെ ബാറിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഇവർ കണക്ട് ചെയ്തത് ഈ മുകളിലുള്ള പാനിലേക്കാണ് കണക്ട് ചെയ്തത്. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇവിടെ ചാരി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഷോക്ക് അടിക്കും. അത്ര ദുരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ചാർജിലാണ്ട് ഓട്ടം മുടങ്ങുന്ന സ്ഥിതിയുണ്ടോ? സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഒരു 5-6 ദിവസം 7 ദിവസമായി ഇന്നും ഞാൻ പോയിട്ടില്ല. എന്താ പറഞ്ഞാൽ എനിക്ക് സ്കൂൾ ട്രിപ്പുള്ള രാത്രി 1:30 വരെ ഇവിടെ വന്നിട്ട് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. ആ ഒഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വന്ന് കുത്തും. എന്താ പറഞ്ഞാൽ എനിക്ക് ഈ രാവിലെ കുട്ടികളെ എടുക്കാണ്ട് ആ കുട്ടികളെ എടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് ചാർജ് ചെയ്തിട്ട് ഞാൻ പോകും. ഇന്ന് ഞാൻ പണിക്ക് പോയിട്ടില്ല, കുട്ടികളെ സ്കൂളിൽ മുടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ കുറച്ച് ചാർജ് ചെയ്യും. അതേമാതിരി എല്ലാവരും കുറേശ്ശെ ചാർജ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മടങ്ങുന്നത്. രാത്രി 1:30-2 മണി വരെയൊക്കെ നിൽക്കുക. പിന്നെ പകൽ ഞങ്ങളിവിടെ കാത്തു കെട്ടി. അപ്പോഴും ഈ ഹോസ്പിറ്റലൈസ് ആയിട്ട് വരുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ മലപ്പുറത്ത് നിന്നായാലും വയനാട്ടിലായാലും കണ്ണൂരായാലും എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ മാറിക്കൊടുക്കുക ചെയ്യാം. അത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പോയിന്റ് നിലനിർത്തിക്കൊണ്ട് ഈ ബാക്കിയുള്ള പോയിന്റ് ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ട് ഒരു കൊല്ലത്തിന് മേലെ ഈ കാറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഒരുപാട് കാർ ഇവിടെ വരുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഈ
ഇതിൽ അവൈലബിലിറ്റി ഇവിടെ കാണിക്കുന്നത് അവൈലബിൾ ആണ് ഈ ഫാസ്റ്റ് ചാർജിങ്. ഇവിടെ വന്ന് ഗണ്ണ് നോക്കും, അപ്പോൾ ഡിസ്കണക്റ്റഡ് ആകുന്ന സാധനം. അങ്ങനെ ഈ പോയിന്റ് മൊത്തം മാറ്റിക്കൊണ്ട് പുതിയ പോയിന്റ് ഇവിടെ നിലനിർത്തി വരിക. അതേമാതിരി ഈ സൈഡിലേക്ക് ഒത്തിരി ഇവിടെ പോയിന്റ് ചെയ്യാൻ പറ്റും. ആ പോയിന്റുകൾ ഞങ്ങൾക്ക് നിലനിർത്തി തരിക. അതേമാതിരി ഇതിൻ്റെ താരിഫ് കുറയ്ക്കാനുള്ള അതും ഞങ്ങൾക്ക് ചെയ്തു തരണം. എന്തായാലും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴും അതിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നവരുടെ പരാതി. ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് സ്റ്റേഷൻ, ചാർജിങ് സ്റ്റേഷനിൽ തന്നെ ഉള്ള സൗകര്യങ്ങൾ തന്നെ കൃത്യമായി നൽകിയാൽ അത് വലിയ ഗുണമാകും. ഒപ്പം തന്നെ കൂടുതൽ ചാർജിങ് പോയിന്റുകൾ അനുവദിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.